മഹാരാഷ്ട്രയിലെ നാസിക് TCS BPO ഇപ്പോൾ വിവാദത്തിന്റെ ഒരു മറയിലാണ്. അവിടെ നടന്ന അതിക്രമങ്ങളിൽ കൂടുതൽ ഞെട്ടിക്കുന്ന വിവരങ്ങൾ പുറത്തുവരികയാണ്. അവിടെ ലൈംഗിക അതിക്രമങ്ങൾക്ക് പുറമെ നിർബന്ധിത മതപരിവർത്തനത്തിനും കടുത്ത മാനസിക പീഡനങ്ങൾക്കും ജീവനക്കാർ ഇരയായി എന്ന വെളിപ്പെടുത്തലുകൾ പുറത്തുവന്നു. ഇതോടെ സംഭവം വലിയ വിവാദമാവുകയും ചെയ്തു. സ്ഥാപനത്തിലെ ഒരു പുരുഷ ജീവനക്കാരൻ ഒരു ദേശീയ മാധ്യമത്തിനോട് നടത്തിയ ചില വെളിപ്പെടുത്തലുകൾ കോർപ്പറേറ്റ് ലോകത്തെ തന്നെ നടുക്കിയതാണ്. തന്നെ കൊണ്ട് നിർബന്ധപൂർവ്വം തൊപ്പി ധരിപ്പിച്ചുവെന്നും നമസ്കരിപ്പിച്ചു എന്നുമാണ് അയാൾ പറയുന്നത്. ഇസ്ലാം മതവിശ്വാസങ്ങൾ പിന്തുടരാൻ ടീം ലീഡർമാരുടെ നേതൃത്വത്തിൽ സമ്മർദ്ദം ചെലുത്തിയതായും യുവാവ് പറയുന്നു. എന്നാൽ അതിലൊക്കെ ഉപരിയായി വ്യക്തിജീവിതത്തെയും സ്വകാര്യതയും അവഹേളിക്കുന്ന തരത്തിലുള്ള ക്രൂരമായ പരാമർശങ്ങളും ഇവർക്ക് നേരിടേണ്ടി വന്നു എന്നാണ് സൂചന. വർഷങ്ങളായി ചികിത്സ തേടിയിട്ടും കുട്ടികൾ ഉണ്ടാകാത്തതിനെ പരിഹസിച്ചുകൊണ്ട് കുട്ടികൾ വേണമെന്നുണ്ടെങ്കിൽ ഭാര്യയെ ഇങ്ങോട്ട് അയച്ചേക്കൂ എന്ന് പ്രതികളിൽ ഒരാൾ അധിക്ഷേപിച്ചതായും ഇയാൾ പരാതിപ്പെട്ടു. മനുഷ്യത്വരഹിതമായ ഇത്തരം പരാമർശങ്ങൾ കേട്ട് താൻ തകർന്നുപോയി എന്നും ക്രൂരമായ മാനസിക പീഡനമാണ് അവിടെ അനുഭവിച്ചതെന്നും ഇയാൾ വെളിപ്പെടുത്തി. കൽമ ചൊല്ലാനും പ്രത്യേക മതചിഹ്നങ്ങൾ ഉപയോഗിക്കാനും വിസമ്മതിച്ചതോടെ ജോലിസ്ഥലത്ത് തനിക്ക് കടുത്ത വിവേചനമാണ് നേരിടേണ്ടി വന്നതെന്നും ഇയാൾ പറയുന്നു. സ്ത്രീ ജീവനക്കാർക്ക് നേരെയുള്ള ലൈംഗിക അതിക്രമ കേസുകൾക്ക് പിന്നാലെയാണ് പുരുഷ ജീവനക്കാർക്കും സമാന പീഡനങ്ങൾ നേരിടേണ്ടി വന്നു എന്ന വിവരം പുറത്തുവരുന്നത്. വിഷയത്തിൽ പ്രത്യേക അന്വേഷണ സംഘം വിശദമൊഴിയെടുത്തു വരികയാണ്. അതേസമയം HR മേധാവി നീത ഒളിവിൽ പോയി എന്ന റിപ്പോർട്ടുകൾക്ക് പിന്നാലെ ഏപ്രിൽ 10-നാണ് കസ്റ്റഡിയിലെടുത്തത്. നാസിക് സിറ്റി പോലീസ് നയിക്കുന്ന പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ അന്വേഷണത്തിൽ ഖാൻ ഒരു പ്രധാന കണ്ണിയാണ്. HR മാനേജർ എന്ന നിലയിൽ ജീവനക്കാരുടെ പരാതികൾ പരിഹരിക്കാനും ലൈംഗിക പീഡനം തടയുന്നതിനുള്ള നിയമങ്ങൾ പാലിക്കുന്നുണ്ടെന്ന് ഉറപ്പാക്കാനും അവർക്ക് ഉത്തരവാദിത്തമുണ്ടായിരുന്നു. പരാതികൾ ഉയർന്ന ഉദ്യോഗസ്ഥരെ അറിയിക്കാതിരുന്നു. ഇതിലൂടെ ആരോപിക്കപ്പെടുന്ന ദുഷ്പ്രവർത്തികൾക്ക് ഖാൻ സജീവമായി പങ്കുവഹിച്ചിട്ടുണ്ടോ എന്ന് പരിശോധിച്ചു വരികയാണ്. 2022 മുതലുള്ള റിപ്പോർട്ടുകൾ എന്തുകൊണ്ടാണ് പരിഗണിക്കപ്പെടാതിരുന്നത് എന്നും പോലീസ് അന്വേഷിക്കുന്നു. അന്വേഷണത്തിന്റെ ഭാഗമായി ഖാന് വ്യക്തിപരമായ ബന്ധങ്ങളുള്ള പൂനെയിൽ സംഘം പരിശോധന നടത്തി. പൂനെക്കും നാസിക്കിനും ഇടയിലുള്ള അവരുടെ യാത്രകളും പോലീസ് നിരീക്ഷിച്ചു വരികയായിരുന്നു. അവരുടെ അക്കാദമിക് പശ്ചാത്തലവും തൊഴിൽപരമായ ബന്ധങ്ങളും സൂചിപ്പിക്കുന്ന ഓൺലൈൻ പ്രൊഫൈലുകളും നേരത്തെ ശ്രദ്ധിക്കപ്പെട്ടിരുന്നു. ക്രിമിനൽ ഭീഷണിപ്പെടുത്തൽ, സ്ത്രീത്വത്തെ അപമാനിക്കൽ തുടങ്ങിയ ഒന്നിലധികം വകുപ്പുകൾ പ്രകാരം ഖാനെതിരെ കേസെടുത്തിട്ടുണ്ട്. നിർബന്ധിതമായ കാര്യങ്ങൾ ചെയ്യിപ്പിച്ചു എന്നതടക്കമുള്ള കൂടുതൽ ആരോപണങ്ങളും പരിശോധിച്ചു വരികയാണ്. അതേസമയം ഈ സംഭവം ജോലിസ്ഥലത്തെ സംവിധാനങ്ങളുടെ മൊത്തത്തിലുള്ള വീഴ്ചയാണോ എന്നും ഉദ്യോഗസ്ഥർ അന്വേഷിക്കുന്നുണ്ട്. കുറ്റകൃത്യങ്ങളുടെ പൂർണ്ണമായ വ്യാപ്തി പുറത്തു കൊണ്ടുവരുന്നതിനായി SIT ഖാനെ ചോദ്യം ചെയ്യുന്നത് തുടരുകയാണ്. വരും ദിവസങ്ങളിൽ കൂടുതൽ വിവരങ്ങൾ പുറത്തുവരും എന്നാണ് പ്രതീക്ഷ. ന്യൂസ് ഡെസ്ക് കർമ്മസ്.